ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മോക്കപ്പ് ഫയലുകൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഫോട്ടോഷോപ്പിൽ മോക്കപ്പ് ഫയലുകളിൽ എങ്ങനെ നമ്മുടെ ഡിസൈൻ ആഡ് ചെയ്യാം. അതിനായിട്ട് ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഫ്രീപിക് എന്നൊരു സൈറ്റിൽ നിന്ന് നമ്മളൊരു മോക്കപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നു. ഗൂഗിളിൽ ഫ്രീപിക് എന്ന് സെർച്ച് ചെയ്യുക. ഒരുപാട് സൈറ്റുകളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടൊരു സൈറ്റാണ് ഫ്രീപിക് എന്നുള്ള സൈറ്റ്. അതിൽ നമുക്ക് പോസ്റ്ററുകൾ അല്ലെങ്കിൽ ലോഗോ ഡിസൈൻസ്, മറ്റ് ഫ്ലയറുകളുടെ ഡിസൈൻസ്, ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ്. നമ്മൾ ഇന്നൊരു ക്യാന്, പെപ്സി, 7up പോലെയുള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ടിന്നാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ കാണുന്ന ഇഷ്ടപ്പെട്ട ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ 2 ഡൗൺലോഡിങ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് പ്രീമിയം വേർഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ഫ്രീ ഡൗൺലോഡാണ് കൊടുക്കുന്നത്. നമ്മൾ ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സിപ്പ് ഫയലാണ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക. അതൊരു 40 അല്ലെങ്കിൽ 80 MB അടുത്തുള്ള ഒരു സിപ്പ് ഫയലാണ്. ആ ഫയലിനെ നമ്മൾ കോപ്പി ചെയ്ത് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കി അതിൽ സേവ് ചെയ്തു, അതിൽ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിനെ എക്സ്ട്രാക്ട് ഹിയർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിനെ എക്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഒരു ഇമേജ് ഫയൽ, അതുപോലെ തന്നെ ഒരു ഫോട്ടോഷോപ്പ് ഫയൽ നമുക്ക് തുറന്നു വന്നിട്ടുണ്ട്. അതിൽ ഫോട്ടോഷോപ്പ് ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. യെസ്, ഇപ്പോൾ നമ്മുടെ മോക്കപ്പ് ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ആദ്യം കാണുന്ന ലെയർ മെയിൻ ബോഡിയുടെ ലെയറാണ്. അതായത് നമുക്ക് ഇമേജ് എവിടെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ലെയറാണ്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട പേജ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, അതിൽ ആദ്യമായിട്ട് നമ്മൾ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഫോണ്ടുകൾ ഇതിൽ അവൈലബിൾ അല്ല, അതിലുള്ള ഫോണ്ടുകൾ. അപ്പോൾ അത് മാറ്റണം എന്നുള്ളതാണ്. വേണ്ട, കാരണം നമ്മൾ പുതിയൊരു ഡിസൈൻ ആണ് ഇതിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, Ctrl+Shift+N എന്ന് വെച്ചാൽ പുതിയൊരു ലെയർ എടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. Ctrl+Shift+N അടിച്ചു, പുതിയൊരു ലെയർ വന്നു. ആ ലെയറിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് കളർ ഉപയോഗിച്ചു ബ്രഷ് ചെയ്തു. നമ്മൾ ഇനി അതിൻ്റെ ഡിസൈന് സെറ്റ് ചെയ്യുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ കുറച്ച് ലൈറ്റ് കളറുകൾ ആഡ് ചെയ്തിട്ടാണ്, ഒരു പ്രത്യേക പാറ്റേൺ, റഫ് പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റ് ഗ്രീന്, അതുപോലെ തന്നെ ലൈറ്റ് യെല്ലോ, സ്കൈ ബ്ലൂ തുടങ്ങിയിട്ടുള്ള കളറുകളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഡോട്ട്സുകൾ. ഓക്കെ, നമ്മളിപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഹെഡ്ലൈന് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനൊരു കൂൾ എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. അതിൻ്റെ റെഗുലർ ഫോണ്ടാണ് കിട്ടിയിട്ടുള്ളത്, റെഗുലർ ടൈപ്പാണ്. അപ്പോൾ ഒന്നുകൂടി ബോൾഡ് ടൈപ്പ് കൊണ്ടുവരണം. അതിന് ഇമ്പാക്റ്റ് എന്നുള്ളൊരു ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അത് കളർ കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ അത് കളറൊന്ന് കുറച്ച് ഇനി അതിനൊരു സബ് ഹെഡ്ലൈൻ കൂടി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അത് കുറച്ച് ബോൾഡ് ടൈപ്പാണ് ആയിട്ടുള്ളത്. അത് നമുക്കൊരു റെഗുലർ ടൈപ്പിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒരു പുതിയൊരു ഫോണ്ട് കൊണ്ടുവരണം. ഫോണ്ടിൽ പോയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്ട്രാ ടെക്സ്റ്റുകൾ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇനി ഒരു
500 ml കൂടി ആഡ് ചെയ്യുകയാണ് അടിയിൽ. ഫയലിൽ പോയിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഓപ്പൺ ചെയ്ത ഫയലിലേക്ക് വരുമ്പോൾ, മെയിൻ പേജിലേക്ക് വരുമ്പോൾ നമുക്കതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടാൻ കഴിയും. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് ബ്ലാങ്കായി കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെ കൂടി എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഭംഗിയാകുമെന്ന് തോന്നിയിട്ടാണ് അവിടെ ഒരു ടെക്സ്റ്റ് കൂടി കൊടുത്തത്. Ctrl+S കൊടുത്തു. അപ്പോൾ നമുക്ക് സേവ് ചെയ്ത് നമ്മുടെ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരുപാട് ഓപ്ഷൻസുകൾ നമുക്ക് വരും. സ്ട്രോക്ക് കൊടുക്കാൻ, ഷാഡോ കൊടുക്കാൻ, അതിൽ കളർ ഓവർലേ ഉണ്ട്. അതിൻ്റെ കളർ നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റി കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ളൊരു ലൈറ്റ് കളർ അല്ലെങ്കിൽ അതിനോട് യോജിച്ചൊരു കളർ നമുക്ക് കൊടുത്ത് Ctrl+Shift+S അല്ലേ, സേവാസ് എന്നുള്ള ഓപ്ഷൻ വന്നു. അതിൽ JPEG എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്കത് സേവ് ചെയ്യാം.